നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കിടക്കുന്നത്. പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധത്തിന്റെ കരിനിഴലിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നേരത്തെ ടെൽ അവീവിൽ വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങുന്നതായും ഇപ്പോൾ ജെറുസലേമിൽ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങുന്നതുമായാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള മലയാളികളും ഇതിനോട് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് അലർട്ടുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മലയാളികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ. ഇറാനിൽ നിന്നുള്ള റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുന്നതിനാൽ സിവിലിയന്മാരും ബോംബ് ഷെൽട്ടറുകളിൽ മാറേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആണ് ഇക്കാര്യം എക്സിൽ കുറിച്ചിട്ടുള്ളത്. ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സൂചന നൽകിയത് അമേരിക്കയാണ്. എന്തായാലും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുന്ന സാഹചര്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭാരത്താണ് ചേരുന്നത്. അതിനു മുമ്പ് ഇപ്പോഴിതാ പ്രേക്ഷകർ കാണുന്നത് ഇത്തരത്തിൽ ഇറാൻ ഇസ്രായേലിന് മുകളിലേക്ക് പതിപ്പിക്കുന്ന റോക്കറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട സ്ഫോടക വസ്തുക്കളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. Oh my God! Look at this! Oh my gosh! What is that? Getting out of here. A missile! Oh my God! Look at this! Look at this! Oh my gosh! What is that? Getting out of here. A missile! Oh my God! Look at this! Look at this! Oh my gosh! What is that? تفضل. Oh my gosh! What is that? Getting out of here. A missile! Oh my God! Look at this! Look at this! Oh my gosh! What is that? Getting out of here. A missile! Oh my God! Look at this! Look at this! Oh my gosh! What is that? Getting out of here. A missile! Oh my God! Look at this! Look at this! Oh my gosh! What is that? Getting out of here. A missile! Look at this! Look at this! Oh my gosh! What is that? Getting out of here. A missile! Oh my God! Look at this! Look at this! Oh my gosh! What is that? Getting out of here. A missile! ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ പുറപ്പെടുവിക്കാൻ ഇറാൻ തയ്യാറായി നിൽക്കുന്നു എന്ന മുന്നറിയിപ്പ് അമേരിക്ക വളരെ കൃത്യമായി നൽകിയതാണ്. അത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം മാറുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു എങ്കിൽ പോലും ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള പിൻവാങ്ങലിന് തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് കരയുദ്ധം അടക്കം കടുപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ടു പോവുകയും ചെയ്തത്. അതിനിടെയാണ് ഇപ്പോൾ ഇറാൻ തിരിച്ചടി ആരംഭിക്കുന്നത്. ഇറാൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ നിരവധി ആളുകൾ ഇസ്രായേലിൽ ഉണ്ട്. നിരവധി ബങ്കറുകൾ അടക്കം ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിന് യുദ്ധസമാനമായ യുദ്ധ സാഹചര്യത്തിലൊക്കെ ബങ്കറുകൾ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുള്ള രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അത്തരം ബങ്കറുകളിലേക്ക് ഓരോ വീടുകളിലും പ്രത്യേകമായി സുരക്ഷാ അറകൾ ഉള്ള രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ അത്തരം സുരക്ഷാ അറകളിലേക്ക് എത്രയും പെട്ടെന്ന് മാറണം എന്ന നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ എംബസി ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിതാ അമേരിക്കയുടെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെയാണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടുള്ളത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ ഇത്തരം ദൃശ്യങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ഇനി എന്ത് എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. മാരകായുധങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടക്കുമോ പശ്ചിമേഷ്യ എന്നത് ഏറെ പ്രധാനമാണ്. മനു ഭരത്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, മുന്നറിയിപ്പുണ്ടായിരുന്നു, പ്രതീക്ഷിച്ചിരുന്നതുമാണ്, പക്ഷേ തടുക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ലേ? ഇത് നേരത്തെ അതുകൊണ്ട്
അവരുടെ സിവിലിയൻസിനോടെല്ലാം, അതായത് സാധാരണക്കാരായ അവിടുത്തെ പൗരന്മാരോടെല്ലാം തന്നെ ഈ പ്രത്യേക അറകളിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഈ മിസൈൽ ആക്രമണം തടയാനുള്ള നടപടികൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് എന്നും വ്യക്തമാണ്. പക്ഷേ മരണം സംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. 8 പേരോളം മരിച്ചു മിസൈൽ ആക്രമണത്തിൽ എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. പൊതുവെ ഇത് പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്നു നേരത്തെ ആരോപണങ്ങൾ വന്നിരുന്നു. അത് യുദ്ധത്തിൻ്റെ കരിനിഴലിലേക്ക് നീങ്ങി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നേരത്തെ ഈ ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ വധിച്ചതിനെ തുടർന്ന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം വ്യക്തമായിരുന്നു. ജോ ബൈഡൻ ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ച് അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി തനിക്ക് വിവരമുണ്ട് എന്ന്. ഈ ഹസൻ നസ്രുള്ളയുടെ മരണവും അതുപോലെ തന്നെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മരണവും ഏറ്റവും ഒടുവിലായി ഹെസ്ബുള്ളയുടെ ഈ വെപ്പൺസ് കമാൻഡർ മുഹമ്മദ് കാസിറിന്റെ കൊലപാതകവും ഒക്കെ വലിയ തോതിൽ ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ജെറുസലേമിന് മുകളിലൂടെ ഈ മിസൈലുകൾ നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പലയിടത്തും കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ജോർദനിൽ നിന്ന് വരെ ഇത് ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ സംബന്ധിച്ചുള്ള വിവരമുണ്ട്. ടെല്ലവീവിൽ ലക്ഷ്യമാക്കിയാണ് ആദ്യ സെറ്റ് മിസൈലുകൾ വന്നത്. അതിനുശേഷമാണ് ജെറുസലേമിലേക്ക് ആക്രമണം നീങ്ങിയത്. ജോ ബൈഡൻ ഇത് സംബന്ധിച്ച് അവരുടെ നാഷണൽ സെക്യൂരിറ്റി ടീമിനോട് ഇത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചകൾക്കും ഇത് സംബന്ധിച്ച വിശകലനങ്ങൾക്കും നേരത്തെ തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. മിസൈൽ അറ്റാക്കുകൾ അടിയന്തരമായി ഉണ്ടാകും എന്ന് തനിക്ക് വിവരങ്ങൾ ലഭിച്ചതായി ജോ ബൈഡൻ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അമേരിക്ക ഏത് ഘട്ടത്തിലും ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തുണ്ടാകും എന്ന് ജോ ബൈഡൻ കൂടി വ്യക്തമാക്കുമ്പോൾ അത് വലിയ ഒരു അന്തർദേശീയ തലത്തിലേക്ക് വ്യാപ്തിയുള്ള ഒരു യുദ്ധമുഖമായി പശ്ചിമേഷ്യ മാറുമോ എന്ന സംശയം കൂടി വരികയാണ്. അപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിക്കാനും അവിടെ ഇസ്രായേലിന് വേണ്ട പിന്തുണ നൽകാനും തയ്യാറായാൽ യുദ്ധം ഏതു വഴിക്ക് നീങ്ങും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയരുകയാണ്. ഏതായാലും ഇസ്രായേൽ നിന്ന് ഇപ്പോഴും ഈ സൈറണുകൾ വരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. മിസൈൽ അറ്റാക്കിനെ സംബന്ധിച്ച് സാധാരണക്കാരായ പൗരന്മാരോട് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് നീക്കാൻ നിർദ്ദേശിക്കുന്ന സൈറണുകൾ വീണ്ടും തുടരെ മുഴങ്ങുന്നു എന്നതാണ് ഇതിൽ ഒരു പ്രധാന കാര്യം. ഈ